നമുക്കിന്ന് സദ്യ സ്റ്റൈലിൽ ഒരു പായസം റെഡിയാക്കി എടുക്കാവേ. മറ്റൊന്നുമല്ല, നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പഴം പായസം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴം പ്രഥമനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. പച്ച നേന്ത്രപ്പഴം ഒന്നും എടുക്കരുത്. ഇതേപോലെ തൊലിയൊക്കെ കറുത്തു തുടങ്ങിയ നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴം തന്നെ വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം വരെയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. എടുത്തു വെച്ചിരിക്കുന്ന 2 പഴവും ഈ ഒരു വലിപ്പത്തിൽ ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നല്ലോണം തന്നെ ഒന്നുകൂടെ വരട്ടിയെടുക്കണം. ഞാനിവിടെ നേന്ത്രപ്പഴം ഇതേപോലെ വരട്ടി എടുത്തിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് ആവിക്ക് വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടെ അരച്ച് പേസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ചെറിയ ചെറിയ പീസ് നമ്മുടെ പഴത്തിന്റെ പീസൊക്കെ ഒന്നും കൂടെ കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിവിടെ അരച്ച് ചേർക്കുന്നില്ല, മറിച്ച് ഇതേപോലെ ആട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മുടെ പാൻ ചൂടായിട്ട് വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തതാണ്. നിങ്ങളുടെ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ വെന്ത് വന്നോളൂ കേട്ടോ. നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. സ്പൂൺ വെച്ച് തന്നെ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഉടച്ചും കൂടി കൊടുക്കാവേ. കണ്ടത് ഇത്രയും മാത്രം ഉടച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് അരച്ച് ശരിക്കും പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തതാട്ടോ. അത് അരിച്ച് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പഴമൊക്കെ ആയിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് ശരിക്കും ഒന്നും കൂടി കുറുക്കി വരണം. അതവിടെ ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്നും കൂടി റെഡി ആയി വരട്ടെ. നന്നായിട്ട് തിളച്ച് ഒന്നും കൂടി യോജിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, നല്ലോണം തന്നെ കുറുകി ശരിക്കും യോജിച്ച് വരണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി. കണ്ടോ, പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ശർക്കരപ്പാനിയായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും മതി. ഇനിയപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി പാലൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനിയായിട്ട് ഇതേപോലെ നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് വറ്റി വന്നതിന് ശേഷം മാത്രമാട്ടോ തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടി ഒന്ന് തിളച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് വരണം. ശരിക്കും ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണേ. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 2 പഴം എടുത്തതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തത് തേങ്ങാപ്പാല്. അല്ലാതെ നിങ്ങൾ കുറച്ചും കൂടി പഴമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങാപ്പാലിന്റെ ഒക്കെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലുമായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണേ. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒന്നും കൂടി തിളച്ച് ശരിക്കും ഒന്നുകൂടി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കുറുക്കിയ അത്ര അങ്ങോട്ട് കുറുകണ്ട, എന്നാലും ഒന്ന് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് വരണം. ഇനിയിപ്പോൾ 1ാം പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള പരുവാണ്. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1ാം പാല് ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1ാം പാല് നല്ല കട്ടിപ്പാല്, അതിലും കൂടണ്ട, അതേപോലെ തന്നെ അതിലും ഒരുപാട് അങ്ങോട്ട് കുറയും വേണ്ട കേട്ടോ. അതിനുശേഷം ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി തേങ്ങാപ്പാലിലേക്ക് ഒന്നും കൂടി ചൂട് കയറി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1ാം പാല് ചേർത്ത് തിളപ്പിക്കുകയൊന്നും ചെയ്യണ്ടായേ. നല്ലോണം തന്നെ ഒന്നും കൂടെ മിക്സായി ശരിക്കും ഒന്ന് യോജിച്ച് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കണം. ഇതിപ്പോൾ നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേപോലെ ഒന്നും കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ആദ്യമേ തന്നെ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി പതുക്കെ ഗോൾഡൻ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എടുത്ത് മാറ്റിയിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു 10-15 കാഷ്നട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കാഷ്നട്ട് പതുക്കെ ഒന്നും കൂടി ചുമന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു പിടി മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയും കൂടി നല്ലോണം തന്നെ ഒന്നും കൂടി വേർത്ത് വരുമ്പോൾ ഒരേ ഒരു ടീസ്പൂൺ മാത്രം കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി മിക്സ് ആക്കി ചൂടായി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ റെഡിയാക്കി വെച്ചാൽ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി നല്ലോണം ഒന്നുകൂടെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. നമ്മളിപ്പോൾ പഴം അരയ്ക്കാതെ ചേർത്തുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്നുകൂടെ കടിക്കാൻ കിട്ടും. പഴമൊക്കെ അരച്ച് വേവിച്ചിട്ട് ഒന്നുകൂടെ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരച്ച് ചേർക്കാം കേട്ടോ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ലോണം തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി നല്ലോണം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ. അപ്പൊ നമ്മുടെ ഇത്തവണത്തെ സദ്യക്ക് ഇതേപോലെ പഴം പായസം കൂടി റെഡിയാക്കി നല്ലൊരു പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.